നമസ്കാരം. പറവൂരിൽ നടി റിനി ആൻഡ് ജോർജിനെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CPM പരിഗണിക്കുന്നു. റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്ത് പാർട്ടി നേതാവ് KJ ഷൈൻ രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ്. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ റിനിയെ മത്സരിപ്പിക്കാനാണ് ആലോചന. ഇതിനൊപ്പം പാലക്കാട്ടേക്കും പരിഗണിച്ചേക്കും. എന്നാൽ റിനി മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന് ഉറപ്പില്ല. ഇക്കാര്യത്തിൽ നടിയുടെ നിലപാട് നിർണായകമാകും. ഏതായാലും CPMനോട് റിനിയെ ചേർത്ത് നിർത്താനാണ് തീരുമാനം. സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളതെന്നും KJ ഷൈൻ വിമർശിച്ചിരുന്നു. ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പറവൂരിൽ CPM സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർപാട് ഉപയോഗിച്ച് പോലും വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ പ്രചാരണം നടന്നെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത CPM നേതാവ് KK ശൈലജയും പറഞ്ഞു. വടകരയിൽ KK ശൈലജയെ തോൽപ്പിച്ചത് ഷാഫി പറമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഗോഡ്ഫാദറായിട്ടാണ് ഷാഫിയെ വിശദീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി വളരെ അടുപ്പമുള്ള കുടുംബ പശ്ചാത്തലമാണ് റിനിയുടേത്. എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിത്വവും വഹിക്കുന്നില്ല. നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് റിനി പ്രതിഷേധ കൂട്ടായ്മയുടെ വേദിയിലും ആവർത്തിച്ചത്. ഏതെങ്കിലും സംഘടനകളുടെയോ വ്യക്തികളുടെയോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നലെയും ആരെയും വിമർശിക്കാൻ റിനി തയ്യാറായിട്ടില്ല. അപ്പോഴും CPM വേദിയിൽ റിനി എത്തിയെന്നത് ശ്രദ്ധേയമാണ്. പെൺകരുത്ത് എന്ന പേരിൽ CPM പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകണമെന്ന് KJ ഷൈൻ റിനിയോട് അഭ്യർത്ഥിച്ചു. പെൺ പ്രതിരോധം എന്ന പേരിലായിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെ CPM പരിപാടി സംഘടിപ്പിച്ചത്. വടകര മണ്ഡലം സ്ഥാനാർത്ഥിയായിരിക്കെ വലിയ തോതിൽ സൈബർ ആക്രമണത്തിനിരയായ KK ശൈലജ ടീച്ചറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോഴും ഞാൻ ഇവിടെ ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇത് വെച്ച് അവരിനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഭയമുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരം എങ്കിലും സംസാരിക്കേണ്ടതിൻ്റെ ദൗത്യം എനിക്ക് കൂടിയുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുന്നതെന്നായിരുന്നു റിനി വേദിയിൽ പറഞ്ഞത്. അടുത്തിടെ KJ ഷൈന് നേരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടന്നിരുന്നു. പ്രസംഗത്തിനിടെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. റിനിയെപ്പോലുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ഷൈനിൻ്റെ പ്രസ്താവന. പരിപാടിയിൽ സംസാരിക്കവേ റിനി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ടതിൻ്റെ ദൗത്യം തനിക്കുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നതെന്നും ഇപ്പോഴും ഭയമുണ്ടെന്നും പറഞ്ഞിരുന്നു. ഇതുകൂടാതെ KJ ഷൈനിന് പിന്തുണയുമായി നടി റിനി അടുത്തിടെ രംഗത്ത് വന്നിരുന്നു. സ്വന്തമായ അഭിപ്രായങ്ങൾ പറയുന്നതും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതുമായ സ്ത്രീകളെ അധിക്ഷേപിച്ചും അപമാനിച്ചും അരങ്ങത്ത് നിന്ന് അടുക്കളയിലേക്ക് ആട്ടിപ്പായിക്കാം എന്ന് കരുതുന്നവരോട് ഇത്തരം ഉമ്മാക്കികൾ കാണിച്ച് വിരട്ടാം എന്ന് കരുതേണ്ട. അപവാദ പ്രചാരണങ്ങളും അശ്ലീല കഥകളും തളർത്തുകയില്ല, മറിച്ച് അത് കൂടുതൽ ശക്തി പകരും, മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ ഊർജ്ജം നൽകും. സൈബർ ഇടങ്ങളിലെ സ്ത്രീഹത്യക്കെതിരെ ജാതി മത രാഷ്ട്രീയ പ്രായ ഭേദമന്യേ സ്ത്രീകൾ പോരാടുക തന്നെ ചെയ്യും ഷൈൻ ടീച്ചർ എന്നായിരുന്നു ഷൈനെതിരെ സൈബർ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ റിനി പ്രതികരിച്ചത്. ഇതെല്ലാം തന്നെ പരിഗണിച്ചാണ് റിനിയെ പാർട്ടിയുമായി കൂടുതൽ അടുപ്പിക്കാൻ CPM ശ്രമിക്കുന്നത്.